ഒട്ടിപ്പിടിക്കുക. നമ്മുടെ കൈ തൊടുമ്പോൾ അത് ഇങ്ങനെ ഒട്ടിപ്പിടിക്കുകയാണ് കേട്ടോ. ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സേഫായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഞങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് 2 അടിപൊളി ഫേസ് പാക്കിൻ്റെയും ഹെയർ പാക്കിൻ്റെയും വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് കൂട്ടാക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഫേസ് പാക്ക് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ എന്തൊക്കെ വേണം നോക്കാവേ. അതിന് വേണ്ട ഒരേ സാധനമാണ് തൈര്, പിന്നെ തേന്, പിന്നെയോ മഞ്ഞൾപ്പൊടി. ഇത് മില്ലില്ലേ, മില്ലിൽ നിന്ന് ഉണക്കി പൊടിച്ച മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. നമ്മുടെ ഇവിടെ കുറേ മഞ്ഞളൊക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ ഉണക്കി പൊടിച്ചെടുത്തുകൊണ്ട് വന്ന ഒറിജിനൽ മഞ്ഞൾപ്പൊടിയാണ്. അപ്പോൾ ഈ ഫേസ് പാക്കിന് എന്തൊക്കെ വേണം? തൈര് വേണം, മഞ്ഞൾപ്പൊടി വേണം, തേൻ വേണം. മുഖത്തുള്ള കലകൾ പാടുകളൊക്കെ പോകാനായിട്ട് നല്ല അടിപൊളി ഒരു ഫേസ് പാക്കാണ് കേട്ടോ. മുഖം നല്ല തിളക്കം കിട്ടും, നല്ല തിളങ്ങി കിട്ടും. ഇവിടെ കവിളിൻ്റെ ഈ സൈഡും ഒക്കെ നല്ല ഒരു തിളക്കം ഉണ്ടാവേ. അപ്പോൾ നമുക്ക് ഫേസ് പാക്ക് ഉണ്ടാക്കി വെക്കാം. അപ്പോൾ ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്, പാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമുക്കിതാ ഇത്തിരി തൈര് ഒഴിക്കാവേ. നമ്മുടെ മുഖത്ത് വേണ്ട എത്രയാണോ അത്രയും തൈരിന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. ഒരു നുള്ളു മഞ്ഞൾപ്പൊടി മതി കേട്ടോ. ഒരു നുള്ളു മഞ്ഞൾപ്പൊടി. കണ്ടോ, കളർ കണ്ടോ. ലൈറ്റ് കളറായില്ലേ. ഇനി തേൻ വേണം. തേനും കൂടി ഒന്ന് എടുക്കട്ടെ. തേന് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ചധികം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. തേനിൻ്റെ അളവ് കൂട്ടോ കുറക്കൊക്കെ നമ്മുടെ ഇഷ്ടം. വേണമെങ്കിൽ കൂട്ടാം, വേണമെങ്കിൽ കുറയ്ക്കാം. അതുപോലെ മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ഇത്തിരി കൂടെ കൂട്ടാം, കുറയ്ക്കാം ഒക്കെ ചെയ്യാം കേട്ടോ. ചില ആൾക്ക് മഞ്ഞൾപ്പൊടി ഒത്തിരി ആവുന്നത് ഇഷ്ടപ്പെടില്ല കേട്ടോ. മുഖം ഇങ്ങനെ മഞ്ഞ കളറാവുന്ന ഇഷ്ടം ഉണ്ടാവില്ലേ. ലൈറ്റ് മഞ്ഞൾ കളർ മതി. നോക്കി, ഇതുപോലെ ആയിട്ടുണ്ട്, കണ്ടോ, വെള്ളം പോലെ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് റെഡിയാക്കി നമുക്ക് വെച്ചേക്കാം. ഇനി നമുക്ക് തലയിൽ തേക്കാനുള്ള അത്ഭുത മരുന്ന് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും വിചാരിക്കും എന്താ അത്ഭുത മരുന്ന് വിചാരിക്കും. നമുക്ക് കാണാം. ഇതാണ് കറിവേപ്പിലിൻ്റെ ഇലയും ഉലുവയില്ലേ, ഉലുവയും കറിവേപ്പിലിൻ്റെ ഇലയുമാണ് കേട്ടോ. രാവിലെ ഞാൻ തിളപ്പിച്ച് വെച്ചതാണ്. ചൂടാറിയിട്ടുണ്ട്. ഞാൻ കൈകൊണ്ട് കുറേ നേരം ഞെവടി കൊടുത്തിട്ടോ. അതുകൊണ്ട് അതിൻ്റെ സത്തൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. കണ്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തലയിൽ ഇത് അപ്ലൈ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് മുഖത്ത് തേക്കാം കേട്ടോ. ഇതിൻ്റെ നീരൊക്കെ പിഴിഞ്ഞങ്ങ് എടുത്തിട്ട് കൈകൊണ്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. മുറ്റത്തേക്ക് വലിച്ചെറിഞ്ഞ കേട്ടോ. അതിൻ്റെ നീര് കളഞ്ഞതിൻ്റെ സംഭവമില്ല, അത് ഞാൻ മുറ്റത്തേക്ക് വലിച്ചെറിഞ്ഞതാണ്. ഇതിങ്ങനെ ഈ കളയാൻ ഇഷ്ടമില്ലെങ്കിൽ കുഴപ്പമില്ല. നന്നായിട്ട് തല അരച്ചിട്ട് തലയിൽ തേച്ചാലും മതി കേട്ടോ. അപ്പം അങ്ങനെ ആർക്കും ഇഷ്ടമില്ലാത്തവർക്ക് നമ്മൾ തിളപ്പിച്ച് ഇനി ചൂടാറി കഴിയുമ്പോൾ ഇതിൻ്റെ വെള്ളം തലയിൽ നന്നായിട്ട് തേച്ച് കൊടുത്താൽ മതി. മുടിയൊക്കെ വളരാനും നല്ലതാണ്, മുടി കൊഴിച്ചിൽ മാറാൻ നല്ലതാണ്. അത് മാത്രമല്ല താരനൊക്കെ വേഗം തന്നെ കുറയും കേട്ടോ. നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കട്ടെ. ഞാനതാ പിഴിഞ്ഞ് എടുത്തിട്ടുണ്ട്. പക്ഷെ എന്നാലും ഒത്തിരി അങ്ങ് ഇതിൻ്റെ സംഭവമൊന്നും കളഞ്ഞിട്ടില്ല കേട്ടോ. അതുകൊണ്ട് ഞാനിതാ തലയിൽ തേച്ച് കൊടുക്കുകയാണ്. തല നിറച്ച് എണ്ണ വെച്ചേക്കുമായിരുന്നു. മുടി ഇങ്ങനെയൊക്കെ ആക്കിയിട്ട് സൈഡിൽ നിന്ന് മുടി നമുക്ക് കൊടുക്കാം കേട്ടോ. നമുക്ക് തലയിൽ തേച്ച് കൊടുക്കാവേ. ഇത് ഇങ്ങനെ തന്നെ അങ്ങനെ തേച്ച് കൊടുക്കുന്നുണ്ട്. ഈ നിർഗന്ധരയിലല്ലേ നമുക്ക് മുടി നന്നായിട്ട് വളരണ്ടേ, ആ ഭാഗത്ത് നന്നായിട്ട് അങ്ങ് തേച്ച് കൊടുക്കാം. മുടി കുറവുള്ള ഭാഗങ്ങൾ ഏതൊക്കെയാണോ
എന്താ ഈ ഭാഗത്തൊക്കെ നമുക്ക് മുടി കുറവുണ്ടാവുമല്ലോ, അവിടെയൊക്കെ നന്നായിട്ട് ഇതിൻ്റെ നീര് തേച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഇത് ശരിക്കും ഒരു അത്ഭുത മരുന്ന് തന്നെയാണ് കേട്ടോ, ശരിക്കും അത്ഭുത മരുന്ന് തന്നെ. കാരണം മുടികളൊക്കെ ഇങ്ങനെ കിളുത്ത് വരണൊക്കെ നല്ലതാണത്. നമ്മൾ തേച്ച് നോക്കിയാൽ നമുക്ക് അതിൻ്റെ റിസൾട്ട് മനസ്സിലാവുള്ളേ. നന്നായിട്ട് ഇങ്ങനെ തേച്ച് കൊടുക്കുക. അതിനൊപ്പം തന്നെ ഒരു മസാജ് ചെറുതായിട്ട് ചെറിയ രീതിയിൽ ഒരു മസാജ് ഇങ്ങനെ മസാജും കൂടി ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ തല നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കട്ടെ. അപ്പോൾ ഞാനത് തല നന്നായിട്ട് തേച്ച് കൊടുത്തു കേട്ടോ. നല്ല ജെല്ല് ഫോമിലായിരുന്നു കേട്ടോ കിട്ടിയത്. ഞാൻ ഇങ്ങനെ കൈ കൊണ്ട് ഞെവിടി ആ നീര് ഇങ്ങനെ ഇങ്ങനെ ജെല്ല് ഫോം എനിക്ക് കിട്ടി കേട്ടോ. അതുകൊണ്ട് എനിക്ക് നന്നായിട്ട് തേക്കാൻ നല്ല രസമായിരുന്നു കേട്ടോ. നല്ലോണം തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ചെറിയ രീതിയിലൊരു മസാജൊക്കെ കൊടുത്തു. അപ്പോൾ അത് തലയിൽ തന്നെ ഇരിക്കട്ടെ. ഇനി നമുക്ക് മുഖത്ത് തേക്കാൻ നല്ല അടിപൊളി ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചതാണ്. തൈര്, തേന്, മഞ്ഞൾപ്പൊടി. നമുക്കിത് നമ്മുടെ മുഖത്ത് തേച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ തലയിൽ തേക്കണ സംഭവമില്ലായിരുന്നു, ഉലുവയും കറിവേപ്പിലയൊക്കെ, അത് നമുക്ക് ആഴ്ചയിൽ 3 ദിവസമൊക്കെ തേക്കാവേ. നന്നായിട്ടങ്ങ് തേച്ച് കൊടുക്കാം. ഇതിൽ തേനും തൈരൊക്കെ ഉള്ളതുകൊണ്ട് മുഖം തിളങ്ങാൻ നല്ലതാണ് കേട്ടോ. അതൊക്കെ ഇവിടെ നല്ല തിളക്കം കിട്ടുക. തേച്ചാൽ നമുക്ക് അതിൻ്റെ റിസൾട്ട് മനസ്സിലാവുള്ളൂ കേട്ടോ. കറുത്ത പാട് പോകാനും കരുവാളിപ്പ് പോകാനും ഒക്കെ അടിപൊളിയാണിത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സംഭവം തേക്കണേ. ഞാൻ തേച്ചിട്ടുള്ളതാണ്. തേച്ചിട്ട് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയതാട്ടോ. നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്തത് കേട്ടോ. ഇത് ഉപയോഗിക്കാത്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉപയോഗിച്ച് നോക്കണേ, അടിപൊളിയാണിത്. അതുപോലെ തന്നെ തലയിലെ നമ്മൾ തേച്ചത് ഒലുവയും കറിവേപ്പിലിൻ്റെ നീര്, അത് അടിപൊളിയാണ് കേട്ടോ. നന്നായിട്ട് അങ്ങ് തേച്ച് കൊടുത്താൽ തേക്കുന്നതിനൊപ്പം തന്നെ ചെറിയ രീതിയിലൊരു മസാജും കൂടെ കൊടുക്കുക കേട്ടോ. ചെറിയ രീതിയിൽ നമ്മൾ മുഖം നന്നായിട്ട് അങ്ങ് ഇങ്ങനെ മുറുക്കൊന്നും ചെയ്യണ്ട, ചെറിയ രീതിയിൽ. പിന്നെ കണ്ണിൻ്റെ ഈ സൈഡിലൊക്കെ നമുക്ക് കറുപ്പുണ്ടാവുമല്ലോ, അതൊക്കെ പോകാനൊക്കെ വളരെ നല്ലതാണ്. അത് നമുക്ക് പതുക്കെ ഇങ്ങനെ ചെയ്യാം. ഇവിടെ കണ്ണിൻ്റെ ഈ ഭാഗം പോകാൻ നല്ലതാണ്. അതുപോലെ തന്നെ ഈ ചുണ്ടിൻ്റെ ഈ സൈഡിലൊക്കെ നമുക്ക് കറുപ്പുണ്ടാവുമല്ലോ, അതൊക്കെ കുറയാനൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ. നന്നായിട്ട് അങ്ങ് പതുക്കെ തേച്ച് ഇങ്ങനെ മസാജ് ഇങ്ങനെ കൊടുത്ത് കവിളിലൊക്കെ ഇങ്ങനെ മസാജ് ചെയ്യുകയാണെങ്കിൽ ഉണ്ടല്ലോ, കവിള് തുടുക്കാൻ നല്ലതാണ്. നമ്മൾ ഈ കവിളിൽ തന്നെ ഇങ്ങനെ പ്രഷർ കൊടുക്കുമ്പോൾ കവിള് തുടുത്ത് വരെ നല്ലതാണ് കേട്ടോ. നെറ്റിയുടെ മുകളിൽ ഈ സൈഡിൽ ഇവിടെയൊക്കെ എനിക്ക് കുരുക്കൾ വന്ന പാടുകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇതുപോലെ നാച്ചുറൽ പാക്കുകളൊക്കെ ചെയ്തിട്ടാണ് എൻ്റെ മുഖത്തെ പാടുകളൊക്കെ ഞാൻ കുറച്ചത് കേട്ടോ. കഴുത്തിലൊക്കെ ഇങ്ങനെ തേച്ച് കൊടുക്കുക. കഴുത്തിൻ്റെ പുറകു സൈഡിൽ നമ്മളെപ്പോഴും വിട്ടറിയുന്ന സംഭവമാണ്. നമ്മളെ കഴുത്തിന് ഇവിടെ തേച്ചാലും കഴുത്തിൻ്റെ പുറകു സൈഡ് നമ്മൾ അധികം ആക്കാൻ തേക്കാറില്ല കേട്ടോ. അത് ഒഴിവാക്കരുത്. അതുപോലെ തന്നെ ചെവിയുടെ ഈ സൈഡിൽ ഇപ്പം ഞാൻ കുളിക്കാൻ പോകുന്നതുകൊണ്ട് ഈ ചെവിയുടെ സൈഡിലൊക്കെ തേച്ച് കൊടുക്കുക. കമ്മലൊന്നും മാറ്റുന്നില്ല കേട്ടോ. കമ്മലൊക്കെ മാറ്റിയിട്ട് ചെയ്യണം നല്ലത് കേട്ടോ, അല്ലെങ്കിൽ കളറൊക്കെ പിടിക്കും. പിന്നെ കമ്മൽ മാറ്റാൻ മടി കാരണം ഞാൻ മാറ്റുന്നില്ല. ഒരു സബ്സ്ക്രൈബർ എന്നോട് പറഞ്ഞായിരുന്നു, ഇനി കാന്താരി മാത്രം അരച്ച് വെച്ചാൽ മതിയെന്ന്. അത് കളിയാക്കി പറഞ്ഞൊക്കെ മനസ്സിലായി. കാരണം നമ്മളൊക്കെ ചെയ്യുന്ന നാച്ചുറൽ പാക്കാണല്ലോ. ഒരു ഇംഗ്ലീഷ് മരുന്നുകൾ ഒന്നും നമ്മളിതിൽ ചേർക്കണില്ല.
പിന്നെ ഇത് മാത്രം കളിയാക്കേണ്ട കാര്യമൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചുള്ള ഒരു ഫേസ് പാക്കാണ് ഞാൻ കൂടുതലും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചിലതൊക്കെ മാത്രമേ ഉള്ളൂ, ഈ മുൾട്ടാണി മിട്ടി, അതുപോലെ ഓറഞ്ച് പീൽ പൗഡർ, അതൊക്കെ ഉണ്ട് ഞാൻ കടകളിൽ നിന്ന് മേടിക്കുന്നത്. ബാക്കി അധികം ഞാൻ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചുള്ള ഒരു ഫേസ് പാക്കാണ് ഉണ്ടാക്കുക. അതിന് കളിയാക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് പിച്ച് നിറം വയ്ക്കണം, ആർക്കും ആഗ്രഹമില്ലാതെ നിറം വയ്ക്കണം. നിറം വയ്ക്കുന്നതിനേക്കാളും കൂടുതൽ മുഖത്ത് പാടുകളൊന്നും ഉണ്ടാകാൻ പാടില്ല. മുഖം നല്ലൊരു ക്ലിയർ ആവണമെന്ന് ആഗ്രഹമില്ലാത്ത ആൾക്കാരൊന്നും ഉണ്ടാവില്ല. നമ്മളെ പോലുള്ള സ്ത്രീകൾക്ക്, പ്രത്യേകിച്ച് വീട്ടമ്മമാർക്ക് അവരുടെ ജോലികളൊക്കെ കഴിഞ്ഞ് കഴിയുമ്പം ഇതുപോലുള്ള എന്തെങ്കിലും ഒരു ടിപ്സൊക്കെ ചെയ്യാൻ ആഗ്രഹമില്ലാത്ത ആൾക്കാരൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പം അവർക്കും വേണ്ടിയുള്ള ഒരു പാക്കാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടമില്ലാത്തവർ കാണണ്ട, അത് മാറ്റിയത് കേട്ടോ. അപ്പോൾ നമ്മളെ ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ, ഇതുപോലെ ടിപ്സുകളൊക്കെ ചെയ്ത് നല്ല മുഖത്ത് നല്ല തിളക്കം കിട്ടാനും പാടുകൾ കുറയാനും ആഗ്രഹമുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ, അവരൊക്കെ ഇരുന്ന് കണ്ടോട്ടെ കേട്ടോ. ആഗ്രഹമില്ലാത്ത ചേട്ടന്മാരൊക്കെ സ്കിപ്പ് ചെയ്തവരെ കാണണ്ട കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഞാനിത് തേച്ച് കൊടുക്കുന്ന അപ്പം തന്നെ ചെറിയ രീതിയിൽ മസാജും കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ കറുത്ത പാടൊക്കെ പോകാൻ വളരെ നല്ലതാണ്. ഇതെന്തായാലും നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ. തേച്ചങ്ങ് പിടിപ്പിച്ചിട്ടുണ്ട്, ഇച്ചിരും കൂടെ ഉണ്ട്, അതും കൂടി ഞാൻ ഇങ്ങനെ ഒരു 10 മിനിറ്റ് ഇതുപോലെ ഇങ്ങനെ ഒരു മസാജ് പോലെ ഇങ്ങനെ തേച്ചങ്ങ് പിടിപ്പിക്കും. അത് കഴിഞ്ഞിട്ട് ഞാനിനി ഒരു 10 മിനിറ്റും കൂടെ മുഖത്ത് വെച്ചിട്ട് പിന്നെ കഴിക്കും. അപ്പോൾ ഒരു 20 മിനിറ്റ് ആയല്ലോ. 10 മിനിറ്റ് ഇതുപോലെ ഇങ്ങനെ നന്നായി തേച്ച് പിടിപ്പിക്കും. 10 മിനിറ്റ് കഴിയുമ്പോൾ മുഖം അങ്ങനെ തന്നെ വയ്ക്കും, പിന്നെ കഴുകിക്കളയും. അപ്പോൾ നമുക്ക് 20 മിനിറ്റ് ആയില്ലേ. അപ്പോൾ നന്നായിട്ടൊന്ന് നമുക്കറിയുന്ന രീതിയിലൊക്കെ മസാജൊക്കെ ചെയ്ത് കൊടുക്കാം. നമ്മുടെ കയ്യിലും കാലിലൊക്കെ തേച്ച് കൊടുക്കാം കേട്ടോ. ഒരു കുഴപ്പമില്ല. കയ്യിലൊക്കെ വേണമെങ്കിൽ കൈ തേച്ച് കൊടുക്കാം. ഒന്നും നമ്മൾ വേസ്റ്റ് ചെയ്യണ്ട. എല്ലാം മുഖത്ത് കഴുത്തിലൊക്കെ തേക്കണമൊക്കെ നമ്മുടെ കയ്യിലും കാലിലൊക്കെ അപ്ലൈ ചെയ്യാം, ഒരു പ്രശ്നമില്ല കേട്ടോ. പിന്നെ ഇത് ആഴ്ചയിൽ 3 തവണ ഉപയോഗിക്കാം. ഇനിയിപ്പോൾ എല്ലാ ദിവസവും ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. സമയമില്ലാത്തവരൊക്കെ ആണെങ്കിൽ ആഴ്ച 3 ദിവസം ഉപയോഗിച്ചാൽ മതി. പിന്നെ ഞാൻ കൈകളിലെ ഒരു പാക്കൊക്കെ ഇട്ടില്ലായിരുന്നോ, നല്ലതാണ് കേട്ടോ. അതൊക്കെ നിങ്ങൾ നോക്കണേ. സ്ക്രബ് ചെയ്യാനും നല്ല അരിപ്പൊടി വെച്ചുള്ള പാക്കൊക്കെ ഇല്ലായിരുന്നോ, സൂപ്പർ സാധനം കേട്ടോ. കയ്യിലെ കറുത്തപാട് പോകാനൊക്കെ വളരെ നല്ലതാണ്. എനിക്കൊരുപാട് കളിയാക്കുന്ന കിട്ടുന്നുണ്ട് കേട്ടോ. വിഷത്തൊന്നും ഞാനതൊന്നും കാര്യമാക്കുന്നില്ല. നെഗറ്റീവ് കമൻസ് ഒരുപാട് വരുന്നുണ്ട്. പിന്നെ വയലിട്ട് വരുന്നതിന് മധുരമായതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ആ പാലത്തിലൂടെ പോകുന്ന ആ ഒരു വണ്ടിക്കാരൻ്റെ ഞാൻ വീഡിയോ ഇട്ടില്ലായിരുന്നോ, അത് ഞാൻ തന്നെ എടുത്താണ് കേട്ടോ. ആ വീഡിയോ ഒരുപാട് ഷെയർ ചെയ്തിട്ടുണ്ട്. അതുപോലെ ന്യൂസ് ചാനലൊക്കെ വന്നിട്ടുണ്ട്, ഏഷ്യാനെറ്റ് ന്യൂസ് ചാനൽ, അതുപോലെ മനോരമ ന്യൂസ് ചാനലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അയാൾ ആ വണ്ടിയും കൊണ്ട് പോണത് എന്തോ ഒരു, ഞാൻ വീഡിയോ എടുത്തപ്പം അയാൾ വണ്ടിയും കൊണ്ട് വന്നു. പിന്നെ അയാളുടെ വീഡിയോ ഞാനങ്ങ് എടുത്തുന്നേ ഉള്ളൂ കേട്ടോ. ഒരുപാട് നെഗറ്റീവ് കമൻസൊക്കെ അതിൽ വരുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ പോവണ്ടെന്ന് പറഞ്ഞപ്പോൾ അയാൾ ധൃതിയോടെ അങ്ങ് പോയതാണ്. ഞങ്ങൾ പറഞ്ഞതാണ് കേട്ടോ അങ്ങോട്ട് പോവണ്ട. പിന്നെ കാണുന്നവർക്ക് മനസ്സിലാവില്ല, വെള്ളം കാണുമ്പോൾ, വെള്ളത്തിൻ്റെ ഒഴുക്ക് കാണുമ്പോൾ അറിയത്തില്ല അങ്ങോട്ട് പോകാൻ പാടില്ല എന്ന്. പിന്നെ അയാൾ അഹങ്കാരത്തിൽ അങ്ങ് പോയതാണ്. അധികം ആൾക്കാരും പറയുന്നുണ്ട് അയാളുടെ വൈഫിനെ കൂട്ടാൻ പോകുന്നതാണ്, അയാളുടെ വൈഫ് ഗർഭിണിയാണ്, അപ്പോൾ കൊണ്ടുവിടാൻ പോയതാണ്, വൈഫിനെ കാണാൻ പോയതാണ്, എന്തൊക്കെയോ പറഞ്ഞു മെസ്സേജ്. എൻ്റെ അമ്മേ, ഇതൊന്നല്ല സത്യാവസ്ഥ കേട്ടോ. കണ്ടോണ്ടിരിക്കുന്ന നമുക്കറിയാമല്ലോ. ഞാൻ അതിനൊന്നും റിപ്ലൈ കൊടുക്കണില്ല അങ്ങനെ. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ആ ഷോട്ടൊന്ന് കണ്ടു നോക്കണം കേട്ടോ. അവൻ്റെ മുന്നേ ഭയങ്കര തന്നെ, അതിൻ്റെ ആ യാത്ര കാണുമ്പോൾ പേടിയാണ്. അപ്പം ഞാനിതാ സംസാരത്തിനിടയിൽ നമ്മുടെ കയ്യിലൊക്കെ നന്നായിട്ട് അങ്ങ് തേച്ച് കൊടുത്തിട്ടുണ്ട്. കയ്യിൽ തേച്ചു, കഴുത്തിൽ തേച്ചു, മുഖത്ത് തേച്ചു കേട്ടോ. ഇനി കാല് തേക്കാനൊന്നും ഇല്ലായിരുന്നു, അപ്പോഴത്തേക്കും തീർന്നു. അതിവിടെയൊക്കെ ഉറുമ്പൊക്കെ ആയി, ഇനി ഇതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കണം. അപ്പോൾ ഇതാ നന്നായിട്ട് തേച്ചിട്ടുണ്ട്. അപ്പോൾ നല്ലോണം നമ്മുടെ മുഖത്തൊക്കെ നല്ലോണം തേച്ച് കൊടുക്കട്ടെ. മുഖം നല്ല ക്ലിയർ ആവണ്ടേ.
വെളുക്കുക എന്നല്ല, മുഖം നന്നായിട്ട് ക്ലിയർ ആവണം. എന്നാൽ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. കറുപ്പ് വെളുപ്പൊന്നുമില്ല, മുഖം നന്നായിട്ടൊന്ന് ക്ലിയർ ആവുക, മുഖത്തെ പാടുകളൊന്നും വരരുത് അല്ലേ? അതെല്ലാം ആഗ്രഹമുള്ളത് എല്ലാവർക്കും. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഉള്ള നാച്ചുറൽ പാക്കുകളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. അതാ കഴുത്തിൽ, കയ്യിൽ, മുഖത്ത് എല്ലായിടത്തും തേച്ചു. അപ്പോൾ വേഗം തീർന്നു. നല്ല സംഭവം തീർന്നു കേട്ടോ. നമുക്കൊരു മുഖത്തൊരു 10 മിനിറ്റ് അങ്ങനെ ഇരിക്കട്ടെ. പിന്നെ തലയിൽ ഒരു 10-25 മിനിറ്റൊക്കെ നിൽക്കട്ടെ. അതൊക്കെ കഴിഞ്ഞ് ഒരു കുളിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കാണാവേ. 20 മിനിറ്റൊന്നും ആയില്ല കേട്ടോ. ഞാൻ നിങ്ങളെ വെട്ടത്തിൽ കാണിക്കാനായിട്ട് വന്നതാണ്. എനിക്ക് ഇവിടേക്ക് ഇങ്ങനെ പറ്റി പിടിക്കുക, നമ്മുടെ കൈ തൊടുമ്പോൾ അത് ഇങ്ങനെ ഒട്ടി പിടിക്കുകയാണ് കേട്ടോ. തൊട്ടിക്കോട്ടെ. വേണ്ട, കൈ ഒട്ടി പിടിക്കും. അപ്പോൾ കയ്യിൽ തേച്ച്, മുഖത്ത്, കഴുത്തിലൊക്കെ തേച്ചിട്ടുണ്ട്. ഇനി ഒരു 1/4 മണിക്കൂർ നിന്നിട്ട് 5 മിനിറ്റും കൂടെ നിന്നിട്ട് വേണം ഇനി കഴുകിക്കളയാൻ. 10 മിനിറ്റ് കൊണ്ട് ഇങ്ങനെ മസാജ് പോലെയൊക്കെ ചെയ്തു. 10 മിനിറ്റ് മുഖത്ത് തന്നെ വെച്ചു. പിന്നെ നമുക്ക് കഴുകിക്കളയാം. അപ്പോഴത്തേക്കും തലയുടെ ഒക്കെ ഒന്ന് ശരിയാക്കട്ടെ. തലയിൽ ഒരു 25 മിനിറ്റ് ഇങ്ങനെ തലയിൽ വെക്കണം കേട്ടോ. അതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് കുടിച്ച് റെഡിയാവാം. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് പോകുന്നു കേട്ടോ. അപ്പോൾ മുഖമൊക്കെ നോക്കിക്കേ, ഒരു മഞ്ഞ കളർ ഒന്നും പിടിച്ചിട്ടില്ല കേട്ടോ. മുഖമാണെങ്കിലും കൈകളിലൊക്കെ ആണെങ്കിലും നോക്കിയേ, കഴുത്തിലൊക്കെ തേച്ചില്ലായിരുന്നോ, അതുകൊണ്ട് മുഖത്തൊന്നും ഒരു മഞ്ഞപ്പാട് പോലും ഇല്ല. മുഖം നല്ല ക്ലിയർ ഉണ്ട്. ചിരിക്കുമ്പോൾ നോക്കി നമ്മുടെ കവളൊക്കെ നല്ലൊരു തിളക്കം തോന്നും കേട്ടോ. നിറം വയ്ക്കുകയല്ല ഉദ്ദേശമല്ല, നല്ല തിളക്കം വയ്ക്കുക. മുഖം നല്ല തിളക്കം ഉണ്ടാവുക, കറുത്ത പാടുകളൊക്കെ പോവുക എന്നാണ് നമ്മൾ ഈ പാക്കിൽ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ മുടിയിൽ തേച്ചില്ലായിരുന്നു, ഉലുവയും കറിവേപ്പിലയൊക്കെ തേച്ചില്ലായിരുന്നോ, അതാണെങ്കിൽ നമ്മുടെ മുടിക്കൊക്കെ നല്ലതാട്ടോ. മുടി വളരാനൊക്കെ വളരെ നല്ലൊരു സാധനം തന്നെയാണ്. മുടി കൊഴിച്ചിലൊക്കെ നന്നായിട്ട് കുറയും കേട്ടോ. അപ്പോൾ അത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം. ആഴ്ചയിൽ ഒരു 3 ദിവസമെങ്കിലും നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ റിസൾട്ടും പറയണം കേട്ടോ. അപ്പോൾ ഇന്ന് കർക്കിടക വാവല്ലേ, അപ്പോൾ കുറച്ച് കറികളൊക്കെ ഉണ്ടാക്കിയായിരുന്നു, കുറച്ച് പച്ചക്കറികളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കൂട്ടി ഒന്ന് ചോറ് കഴിക്കട്ടെ. ഒത്തിരി കറികളൊന്നുമില്ല, ഉള്ള പോലെയൊക്കെ കറികളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂട്ടി ഞാൻ വേഗം ഒന്ന് ചാപ്പാട് കഴിക്കട്ടെ. നമ്മുടെ ഉച്ചത്തേക്കുള്ള കറികൾ പറയാവേ. പപ്പടമുണ്ട്, പിന്നെ കാബേജ് തോരൻ, പിന്നെയോ അവിയൽ, രസം, ഇത് തക്കാളിക്കറി. ഞാൻ എല്ലാം കൂടെ ഒറ്റ പാത്രത്തിലാട്ടോ എടുത്തത്. പിന്നെ അച്ചാർ. ഇതൊക്കെയാട്ടോ ഞങ്ങളുടെ കറികൾ കേട്ടോ. അപ്പോൾ പിള്ളേർ അവരൊക്കെ വാഴയിലയിലാണ് കഴിക്കുന്നത്. എനിക്ക് വാഴയില ഒരെണ്ണം കിട്ടിയില്ലായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു പാത്രത്തിൽ കഴിക്കാന്ന്. അവിയൽ, വേഗം കഴിക്കട്ടോ, നല്ലോണം വിശക്കുന്നു. ഓ ഈച്ചയല്ല, എന്താണ് തേനീച്ച. വേഗം കഴിക്കട്ടെ കേട്ടോ. അങ്ങനെ വൈകുന്നേരം ചായ കുടിക്കാൻ കേട്ടോ. വൈകുന്നേരം ചായക്ക് ഞങ്ങൾക്ക് കൊഴുക്കട്ടയാണ്. രാവിലെ ഉണ്ടാക്കിയ കൊഴുക്കട്ടയാണ്. അപ്പോൾ 2 എണ്ണം ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതാട്ടോ കഴിക്കണത്. പിന്നെ കട്ടൻ ചായ. കുഞ്ഞാ വാടാ, വാ കൊഴുക്കട്ട തരാം. വാ, ശർക്കര ചേർത്ത കൊഴുക്കട്ടയാണ്. ശർക്കരയും തേങ്ങയും ജീരകവും ഏലക്കയും ചേർത്ത് കേട്ടോ. പിന്നെ കൂടെ കട്ടൻ ചായ. ഇപ്പൊ നല്ല ഒരു മഴയൊക്കെ വരാനുള്ള ഒരുക്കത്തിലാന്ന് തോന്നുന്നു കേട്ടോ. രാവിലെ തൊട്ട് ഉച്ച വരെ നല്ല വെയിലായിരുന്നേ. ഇപ്പൊ മഴ പെയ്യാൻ നോക്കുന്നുണ്ട്. മഴ പെയ്യാനുള്ള ശരിയാണോ കേട്ടാ. ഹായ്, എല്ലാവരും കാപ്പി കുടിച്ചോ? അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ. വീണ്ടും നല്ല നല്ല വീഡിയോസായിട്ട് നമുക്ക് കാണാം. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.